ഇന്ന് നമ്മളെ ഒരു പുതിയൊരു വീഡിയോ, ഒരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഏകദേശം ഒരു 10 വർഷമായി ഈ ഒരു ഫീൽഡിൽ. അപ്പോൾ ആ 10 വർഷത്തിൽ നമ്മൾ ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് 3 വർഷമായി. അപ്പോൾ ഈ ഒരു 3-ാം വാർഷികത്തിൽ എനിക്ക് ഇപ്പോൾ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങുന്ന ആളുകളോടും അതുപോലെ എന്ത് ചെയ്യും, ഇപ്പോൾ നമുക്കറിയാം 10ാം ക്ലാസ്സും +2 ഒക്കെ റിസൾട്ട് വന്നൊരു സമയമാണ്. ഈ ഒരു സമയത്ത് മാതാപിതാക്കൾക്ക് അവനവൻ്റെ മക്കൾ പിന്നെ വേണ്ടത്ര മാർക്ക് നേടിയിട്ടില്ല, അതേപോലെ പിന്നെ വേണ്ടത്ര വിജയശതമാനം കിട്ടിയിട്ടില്ല, അങ്ങനെ പല ടെൻഷനും ഉണ്ടാവും. ചില കുട്ടികൾക്കും ഉണ്ടാവും ഇതേ ടെൻഷന്. കാരണം മറ്റുള്ളവൻ്റെ കൂടെ എത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്ക് കുറേ മാർക്ക് കിട്ടിയില്ല, ഇങ്ങനെ കുറേ വിഷമിക്കണ ഒരു സമയമുണ്ടല്ലോ. ഈ ഒരു സമയത്ത് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, കാരണം ഞാൻ ഈ ഒരു ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളിപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ അൽഹംദുലില്ലാ നമുക്ക് നല്ലൊരു വിജയത്തിലാണ് നമ്മളുള്ളത്. ആ ഒരു സമയത്ത് പൊതുജനങ്ങൾക്ക് അതുപോലെ ഈ മാതാപിതാക്കൾക്കും ഒക്കെ ഉപകരിക്കുന്ന ഒരു വീഡിയോ. അതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തുക, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എൻ്റെ ഒരു അനുഭവം, കാരണം ഞാൻ വലിയൊരു ഹൈ എഡ്യൂക്കേഷൻ ഉള്ള ആളൊന്നുമല്ല, പക്ഷേ ഈ ഒരു ഫീൽഡ് ഇപ്പം നമ്മളുടെ ബിസിനസ്സിൽ നല്ല ഒരു ലെവലിൽ നമ്മൾ ഈ ബ്രാൻഡിനെ വളർത്തിയെടുക്കാനും നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെ ഈ ഒരു രംഗത്ത് നമുക്ക് മികവാർന്ന ഒരു രീതിയിൽ ഇപ്പോൾ യൂസറുകാരാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ഈ HM മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം, എന്നെ അറിയുന്ന ആളുകൾക്ക് അറിയാം എൻ്റെ ഹിസ്റ്ററി എന്താണെന്നും. ഒരു പാരമ്പര്യമായിട്ടൊരു വാഹന കച്ചവട ഫീൽഡിൽ നിന്നും വന്ന ആളൊന്നുമല്ല. എങ്കിലും നമുക്ക് ഈ ഫീൽഡിൽ HM മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു വെറൈറ്റി കൊണ്ടുവരാൻ ഈ യൂസറുകാരിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ അത് ചെയ്യാം, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിടുന്നൊരു യൂസറുകാർ എടുത്ത ഒരാൾ വീണ്ടും നമ്മളുമായിട്ട് ബന്ധപ്പെടാനും അവരുടെ കുടുംബത്തിലേക്കാവട്ടെ അവരുടെ സുഹൃത്തുക്കളൊക്കെ വീണ്ടും നമ്മളോട് അന്വേഷിക്കുന്നു, വാഹനങ്ങളുണ്ടോ, ഇനിയും അതുപോലത്തെ കാറുകൾ വേണം. അങ്ങനെയൊക്കെ നമുക്ക് ആ കച്ചവടത്തിൽ ഇപ്പോൾ ഈ ഒരു 10 വർഷമായിട്ട് അവരായിട്ട് നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ കച്ചവടത്തിലെയും വിജയം എന്ന് പറഞ്ഞാൽ നമ്മളെ പാർട്ട്ണർമാർ നമ്മുടെ കൂടെ നിൽക്കുമ്പോഴാണ്. അപ്പോൾ എന്തൊരു തീരുമാനം ഞാൻ എടുക്കണമെങ്കിലും എൻ്റെ പാർട്ട്ണർമാർ എന്തുണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. അതിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ലാഭവിഹിതത്തിൽ നിന്ന് എന്താ പറയുക, ചാരിറ്റിക്ക്, അതുപോലെ എന്തൊക്കെയാണെങ്കിലും നമ്മളൊരു ഫണ്ട് മാറ്റി വെക്കണമെന്നാണ്, അതിലൊക്കെ അവർക്ക് എന്താണ് ഫുൾ സപ്പോർട്ടാണ്. ഇത് അങ്ങനത്തെ കുടുംബങ്ങളെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വിജയം. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടികൾ കുറച്ച് മാർക്ക് കുറഞ്ഞ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടത്ര വിജയശതമാനം കിട്ടിയില്ല, അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ ഓരോ കുട്ടികൾക്കും സ്കില്ലുണ്ടാവും, പല നിലയ്ക്ക് ഓരോ സ്കില്ല്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട, മറ്റുള്ള കുട്ടികളായിട്ട് താരതമ്യം ചെയ്യാതെ നമ്മളെ കുട്ടികളെ സ്കില്ല് എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യുക, അറിഞ്ഞുകൊണ്ട് അവർക്ക് താല്പര്യമുള്ള മേഖലയ്ക്ക് നമ്മളും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് അവരെ നീക്കുക. അതിനൊക്കെ ഒരു ഉദാഹരണമാണ്. കാരണം എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജ്വല്ലറി അഥവാ ഞങ്ങളൊക്കെ ഒരു ഗോൾഡ് ബിസിനസ്സിൻ്റെ ആ ഒരു ഫാമിലി ബാക്കപ്പിലെ ആളുകളാണ്. അതിൽ നിന്ന് ഞാൻ മാത്രം ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ കാരണം എൻ്റെ ഒരു പാഷൻ, എനിക്കൊരു വാഹനങ്ങൾ യൂസ് ചെയ്യാനുള്ളൊരു താല്പര്യം, അത് എൻ്റെ മാതാപിതാക്കൾ അതിനെ എതിർത്തക്കല്ല, സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്നതുകൊണ്ട് ഇന്ന് എൻ്റെ ഓരോ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന സമയമാവട്ടെ അവരെ പ്രാർത്ഥനയോടാണ്, അവരാണ് എൻ്റെ ഷോറൂമൊക്കെ ഉദ്ഘാടനം ചെയ്തതും, അതുപോലെ അവരെ പ്രാർത്ഥനയാണ് ഞങ്ങളെ ഈ ഷോറൂമിൻ്റെയൊക്കെ വിജയം. അതുപോലെ തന്നെ ഞാനൊരാൾ ഒറ്റയ്ക്ക് കരുതിയാൽ എന്താവില്ല, ഒരു ഷോറൂമായാലും ഏതൊരു ഓണറായാലും ഒരു ബിസിനസ് മുന്നോട്ട് പോകില്ല. പിന്നെ അതിൻ്റെയൊക്കെ ബാക്ക് ബോണായിട്ട് നമ്മുടെ കൂടെ പ്രവർത്തിക്കണ നമ്മുടെ സ്റ്റാഫ് ഉണ്ടല്ലോ, അവരാണ് നമ്മളെ എല്ലാ വിജയത്തിനും. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നതും അവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഞങ്ങളെ സ്റ്റാഫിൽ മെയിൻ ഒരാളെ ബർത്ത്ഡേ കൂടിയാണെന്ന്. അപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് വീഡിയോ ആയിട്ട് അവരൊക്കെ നമ്മളെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ എല്ലാവരുടെയും ഞങ്ങളിന്നൊരു 1 ഡേ ഞങ്ങളെ ഷോറൂമിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷോറൂമിൽ ഇന്നത്തെ ഒരു ദിവസം നിങ്ങളോടുകൂടെ നമ്മളെ ഈ അഭിപ്രായങ്ങളെ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാം, നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇപ്പോൾ ഇതിൽ എൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഓരോ ഫീൽഡിലും ഓരോ കുട്ടികളെ നമ്മൾ കൊണ്ടുവയ്ക്കുന്നതും കാണാം. അവർക്ക് താല്പര്യമില്ലാത്ത ഫീൽഡിലാവട്ടെ അങ്ങനെ ആക്കരുത്. അവർക്ക് താല്പര്യം എന്തിലാണോ അതിലൊരു നന്മ ഉണ്ടാവും. അത് നിങ്ങൾ കൂടെ നിൽക്കുക, മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യുക. ഈ മക്കളാവട്ടെ മാതാപിതാക്കളനുസരിച്ച് മാക്സിമം എന്ത് ചെയ്യുക. ഇപ്പോൾ നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും, ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു അവസ്ഥ ഞാൻ പറയാം, നമുക്ക് ഏതൊരു സമയത്ത് എന്തൊരു വീഴ്ച സംഭവിക്കുകയാണെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ മനസ്സിലെപ്പോഴും ഉണ്ടാവുക നമ്മുടെ മാതാപിതാക്കളെ പ്രാർത്ഥനയാണ്. അതിനപ്പുറം നമുക്ക് എന്തുണ്ടാവില്ല ആർക്കായാലും. അപ്പോൾ അതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടിട്ട് മക്കളായാലും അതിനനുസരിച്ച് നിൽക്കുക.
ജീവിതത്തിൽ ഈ +2 അല്ലെങ്കിൽ SSLC അല്ലെങ്കിൽ ആ പരീക്ഷകളൊന്നുമല്ല നമ്മളെ വിജയം തീരുമാനിക്കുക. നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. ഇപ്പോൾ ഏതൊരു ഓണറാണെങ്കിലും, ഇപ്പം ഞാൻ ഇന്ന് രാവിലെ 8 മണിക്ക് എൻ്റെ ഷോറൂമിൻ്റെ മുമ്പിലെത്തിയ ആളാണ്. കാരണം ഇതിനൊക്കെ ഏതൊരു സംഗതിക്കാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, രാവിലെ എണീറ്റ്. അല്ലാതെ നമ്മൾ പിന്നെ ഒരു കാര്യം, ഏതൊരു എൻ്റർപ്രനർ ആവട്ടെ, ഏതൊരു ബിസിനസ് ആവട്ടെ, ഏതൊരു മേഖല ആവട്ടെ, അതിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിൽ വിജയം ഉണ്ടാവും. പിന്നെ നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നതോട് കൂടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. അതിൽ 100% വിജയം ഉണ്ടാവും. അതിൽ നിങ്ങൾ ഒരു നിലക്കും എന്ത് ചെയ്യേണ്ട, പിന്നോട്ട് പോകേണ്ടതില്ല. ഒരു സേഫ് സോണിൽ നിന്ന്, അഥവാ ജ്വല്ലറി മേഖലയായ ഞങ്ങളെ ഫാമിലി ബിസിനസ്സിൻ്റെ അതൊരു സേഫ് സോണാണ്. അത് പൊട്ടിച്ച് ഞാൻ പുറത്ത് വരുന്ന സമയത്ത് എൻ്റെ ഫാദറൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് ഒരു അറിയാത്തൊരു മേഖല ചെയ്യണത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു മേഖല ചെയ്യണം അല്ലെങ്കിൽ ഈ മേഖലയ്ക്ക് വരണമെന്ന് ഉദ്ദേശിച്ച ആളല്ല. ഞാൻ എൻ്റെ താല്പര്യത്തിന് ഒരു വാഹനം ഉപയോഗിക്കാനെടുത്ത് അതങ്ങനെ നല്ല വൃത്തിയുള്ള വാഹനങ്ങൾ എടുക്കും. ആ എടുക്കുന്ന സമയത്ത് അതാരെങ്കിലും 1-2 മാസം കഴിയുമ്പോഴത്തേന് എൻ്റെ മനസ്സിലെ ആ ആഗ്രഹം തീരും. അടുത്ത വാഹനത്തിന്മേക്കാവും എൻ്റെ ആഗ്രഹം, അത് ഉപയോഗിക്കണം എന്നുള്ള ആഗ്രഹം. അപ്പോൾ ആ സമയത്ത് ഈ ഒരു വാഹനം ഞാൻ വിൽക്കുന്ന സമയത്ത് നല്ല വാഹനം ആയതുകൊണ്ട് അവർ മൗത്ത് പബ്ലിസിറ്റി, അവരിങ്ങനെ ഓരോരുത്തരോട് പറഞ്ഞ് നമ്മളെ വീണ്ടും നമ്മളെടുത്ത് കാണുന്ന ആളുകൾ വരലും, അങ്ങനെ 1, 2 ആയി, 2, 3 ആയി, അങ്ങനെ വീട്ടിൽ ചെറിയൊരു കച്ചവടമായി. പിന്നെ അത് നാട്ടിൽ ചെറിയൊരു ഷോറൂം ഇട്ട്. ഇതൊക്കെ എല്ലാവർക്കും ഇതിനെ പറ്റി അറിയുന്ന ആളുകൾക്ക് അറിയാം, അറിയാത്ത ആളുകൾക്ക് ഞാൻ പറഞ്ഞു തന്നെ. അങ്ങനെയാണ് നമ്മൾ പടിപടിയായിട്ട് മുന്നോട്ട് വന്നത്. ഇപ്പോൾ ഈ നമ്മൾ 10ാമത്തെ വർഷമാണെങ്കിലും ഈ ഷോറൂം തുടങ്ങിയിട്ട്, നമ്മൾ HM മോട്ടോഴ്സ് തുടങ്ങിയിട്ട് നമ്മൾ 3 വർഷമാണ് ഇപ്പോൾ ഈ ഷോറൂമിനായിട്ടുള്ളത്. ഇതുവരെ ഇപ്പോൾ ഏകദേശം ഒരു 6000 സ്ക്വയർ ഫീറ്റിൽ മലപ്പുറം ജില്ലയിൽ തന്നെ, അഥവാ ബഡ്ജറ്റ് കാറുകളിൽ 50,000 തൊട്ട് 50 ലക്ഷം രൂപ വരെയുള്ള കാറുകളിൽ നമ്മളെ ഒന്നാമതായിട്ട് നിൽക്കുന്ന നമ്മളെ ഷോറൂം ഈ ഒരു ലെവലിൽ എത്തിയത് തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളെ ഓരോ ആഗ്രഹങ്ങളാണ് അത്. പിന്നെ നമ്മൾ ഷോറൂമിൻ്റെ ഒരു എന്താ പറയുക, ഈ ഒരു ലെവലിൽ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചത് കൂടിയല്ല, പക്ഷേ നിങ്ങളെ പോലെയുള്ള ആളുകളെ സപ്പോർട്ട്, നിങ്ങളെ പിന്തുണ, അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ നമുക്ക് എത്താൻ പറ്റുന്നതും ഇപ്പം നമുക്ക് ഈ ഒരു ലെവലിൽ കച്ചവടമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതും. ഇനി ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം, നമ്മുടെ രാവിലെ ചായ കുടിയുമായിട്ട് തുടങ്ങി. പിന്നീട് നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് ഒരു മെസ്സിൽ ഒരു പ്രത്യേക ഭക്ഷണം ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ടാക്കാറുണ്ട്. അതിൽ ഇന്ന് ബിരിയാണിയാണ്. ബിരിയാണി ഞങ്ങൾ ജുമ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞങ്ങളുടെ ഇക്ബാൽക്കായുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ നല്ല അടിപൊളി പായസമൊക്കെ വാങ്ങി ഞങ്ങളത് ഷോറൂമിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ആദ്യം ഉദ്ഘാടനം നമ്മുടെ ഇക്ബാൽക്കാക്ക് തന്നെ കൊടുത്തുകൊണ്ട് ഞങ്ങളത് കഴിച്ചു. എല്ലാവരും വളരെ സന്തോഷത്തോടെ ചെറിയ ചെറിയ തമാശകളൊക്കെ പറഞ്ഞ് എല്ലാവരും അത് ആസ്വദിച്ചു കഴിച്ചു. പിന്നീട് ഇന്നത്തെ ഞങ്ങൾക്ക് വൈകിട്ട് ഒരു മുക്കം കൂടരഞ്ഞി ഭാഗത്തേക്ക് ഒരു ബൊലേറോ ഡെലിവറി ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന് ഏകദേശം ഒരു രാത്രി 8:30-9 മണിയോട് അടുത്തായി. ഇപ്പോൾ സമയം 8:50 രാത്രി. രാവിലെ 8 മണിക്ക് തുടങ്ങിയ ഞാൻ രാവിലെ പറഞ്ഞ ഒരു കാര്യങ്ങൾ, അഥവാ ഒരു ഓണർക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ഈ സമയം വരെ നമ്മുടെ സ്റ്റാഫുകളൊക്കെ കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു വർക്കിംഗ് ടൈം രാവിലെ 9 തൊട്ട് 7 വരെ ആണെങ്കിലും ഇപ്പോൾ 8:45-9 മണി എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ ഈ ഡെലിവറി കാര്യങ്ങളൊക്കെ ഇപ്പം ഇന്നത്തെ ഒരു ദിവസത്തെ ഡെലിവറി കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ഷോറൂമിൽ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചത്. ഏതൊരു എൻ്റർപ്രണർക്കാവട്ടെ, ഏതൊരു സ്ഥാപനം മുന്നോട്ട് പോകാനാകട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മൾ സ്റ്റാഫുകളെ കൂട്ടിപ്പിടിച്ച് അവർ ആത്മാർത്ഥമായിട്ട് നമ്മളെ കൂടെ പ്രവർത്തിക്കുമ്പോഴേ എന്താകാൻ പറ്റുള്ളൂ, ആ ഒരു സ്ഥാപനം വിജയിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ആ കാര്യങ്ങൾ നിങ്ങളോട് ഉണർത്തിയത്. നമ്മളെ നട്ടെല്ലെന്ന് പറയുന്നത് നമ്മളെ സ്റ്റാഫുകളാണ്. അവരൊക്കെ ഏകദേശം ഈ ഒരു സമയം വരെ നമ്മുടെ കൂടെ ഉണ്ട്. അത് തന്നെയാണ് നമ്മളെ വിജയം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ കമൻ്റായിട്ടും രേഖപ്പെടുത്തുക. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ, താങ്ക് യു.